നിങ്ങളുടെ കുഞ്ഞിനെ പ്രീ സ്കൂളിൽ ചേർക്കാൻ ചിന്തിക്കുകയാണോ എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. കാരണം ഒരു കുഞ്ഞ് സ്കൂളിലെത്തുന്ന ആദ്യ ദിനത്തിലെ അനുഭവങ്ങളാണ് പിന്നീടുള്ള വിദ്യാഭ്യാസത്തോടുള്ള ആ കുഞ്ഞിന്റെ മനോഭാവത്തെയും സമീപനത്തെയും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭയത്തിന്റെയും മത്സരത്തിന്റെയും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ആഹ്ലാദത്തോടെയും ആഘോഷത്തോടെയും സന്തോഷത്തോടെയും വിദ്യ അഭ്യസിക്കാൻ അവസരമൊരുക്കുന്ന തൃശ്ശൂരിലെ ഏറ്റവും മികച്ച ഒരു പ്രീ സ്കൂളാണ് ഫസ്റ്റ് സ്കൂൾ. തൃശ്ശൂർ അയ്യന്തോളിലും ഈസ്റ്റ് ഫോർട്ടിലും ഗുരുവായൂരിലും ഇരിഞ്ഞാലക്കുടയിലും ഫസ്റ്റ് സ്കൂളിന് ബ്രാഞ്ചുകളുണ്ട്. ഫസ്റ്റ് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചും അധ്യയന രീതിയെക്കുറിച്ചും എല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് സ്കൂളിന്റെ ടാഗ് ലൈൻ തന്നെ ലേണിംഗ് സെലിബ്രേഷൻ എന്നാണ്. പഠനത്തെ ആഘോഷമാക്കി മാറ്റുന്ന, ഉല്ലാസമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കുട്ടികൾക്ക് ഒരുക്കി നൽകുന്നത്. ഇവരുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോണ്ടിസോറി മേഖലയിൽ അതുപോലെ തന്നെ പ്രീ സ്കൂൾ മേഖലയിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തികളാണ്. ചൈൽഡ് സൈക്കോളജിയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ അർച്ചന കൃഷ്ണമൂർത്തി മാഡം, ഒപ്പം മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കൃഷ്ണമൂർത്തി സാറുമാണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ ഏകദേശം 15 വർഷത്തോളമായിട്ട് ഈ ഒരു ഫസ്റ്റ് സ്കൂളും ഇവരിവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കും എന്തുകൊണ്ട് ഒരു നല്ല ഫസ്റ്റ് സ്കൂൾ ആരംഭിച്ചുകൂടാ, ആ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും ഈ ഒരു ഫസ്റ്റ് സ്കൂൾ ആരംഭിക്കുന്നത്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇത്രമാത്രം ആഘോഷമായി ഉല്ലാസത്തോടെ നടത്താനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സോടെ നടക്കുന്നത്? യെസ്, വാട്ട് യു സെഡ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇവിടെ വരാൻ കുട്ടികൾക്ക് ലേർണിംഗ് ഒരു സെലിബ്രേഷൻ ആണ്. They enjoy each and every moment of their stay here in the school. So when the children come to school, we actually make them feel comfortable. Avarku aa oru comfort zone il vanna sesham we will be providing them with lot of activity oriented classes. Adu oru activity pariyengil kuttigalike varieties of things will be provided to them. Nammade സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ഏജ് അനുസരിച്ചിട്ട് ഒരു 400 varieties of മോണ്ടിസറി ടോയ്സ്, പ്ലേ ഗ്രൂപ്പ് ടോയ്സ്, അവർക്ക് ആവശ്യമുള്ള ഈ ഫൈൻ മോട്ടാർ സ്കിൽസ്, ഗ്രോസ് മോട്ടാർ സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ടോയ്സ് ഇവിടെ ഉണ്ട്. അതാണ് മെയിൻ. കുട്ടികൾ വന്ന സമയം ഇവിടെ അവർക്ക് ആ ഒരു ലേർണിംഗ് സെലിബ്രേഷൻ നമ്മുടെ ടാഗ് ഉണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി വാട്ട് ചിൽഡ്രൻ ആർ എൻജോയിങ് ഹിയർ. കുട്ടികൾക്ക് ശരിക്കും മനഃപ്പാഠമാക്കി പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് അവർ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്, അതുകൊണ്ടുള്ള ഗുണവും നന്മയും എന്തൊക്കെയാണ്? യെസ്, അർച്ചന മാഡം പറഞ്ഞ പോലെ ഇതൊരു ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്കുള്ളത് ഒരു തിങ്കിങ് ബേസ്ഡ് ആണ്. വി നീഡ് ടു പ്രിപ്പയർ ചിൽഡ്രൻ ഹൂ കൻ തിങ്ക് ക്രിറ്റിക്കലി. നോർമലി ഇപ്പോൾ സ്കൂളിൽ എന്താണ് ആവുന്നത്, അവർക്കൊരു മെമ്മറി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. മീൻസ് എത്ര ഫാക്ട്സ് കുട്ടിക്ക് അറിയും, എത്ര ആൻസേഴ്സ് ഓർമ്മയുണ്ടോ, അങ്ങനെയാണ്. ബട്ട് ഇവിടെ ഒരു ക്ലാസ്സിലെ 15 കുട്ടികളാണ് ഉള്ളത്. അവർക്ക് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിലെ അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്, ദേ ആർ പ്ലേയിങ്, ഡ്രോയിങ് ഉണ്ട്, കളറിംഗ് ഉണ്ട്, പിന്നെ ക്ലേ മോഡലിംഗ് ഉണ്ട്. സോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ കുട്ടിക്ക് ദേ വിൽ ഷോ സം ഇൻട്രസ്റ്റ് ഇൻ വൺ ഓർ ദ അതർ ആക്ടിവിറ്റീസ്. ഈ 3 വർഷം അവർ പറയുന്നത് കിൻഡർ ഗാർഡൻ ആണ്. ടീച്ചർ ഷുഡ് ബി വെരി ഫ്രണ്ട്ലി ആൻഡ് ഡൗൺ ടു earth. We don't have learning target, rather we are making children to think and ask hundreds of questions. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായ ഉള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി. ഫസ്റ്റ് സ്കൂളിന്റെ ഈ ഒരു അയ്യന്തോളിലുള്ള കോമ്പൗണ്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയ ഒരു പ്രതീതിയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. കാരണം അത്രമാത്രം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളി ഉപകരണങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മനോഹരമായ ട്രീ ഹൗസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളതെന്ന് നമുക്ക് പ്രിൻസിപ്പലിനോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന്റെ അനുസരിച്ചിട്ട് കുറേ എക്വിപ്മെന്റ്സ് ഉണ്ട്. ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അവർക്ക് വെള്ളത്തിൽ, നോർമലി ചെറിയ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടമാണ്. സാൻഡ് പിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് ടോയ്സ് കാണുന്നുണ്ട്. സാധാരണ ഒരു പ്രീ സ്കൂൾ കാണുന്നതിനേക്കാളും വലിയ വൈഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പൊ എന്തൊക്കെ ടോയ്സ് ആൻഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്, അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സെറ്റ് ഓഫ് ടോയ്സ് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ടീച്ചേഴ്സ് വിൽ ബി ടേക്കിംഗ് ദ ടോയ്സ്. പിന്നെ കുട്ടിക്ക് ആ വെറൈറ്റിയിൽ ഏതാ ഇഷ്ടാവോ അത് എടുത്തിട്ട് അവർ ദേ സ്റ്റാർട്ട് ലേർണിംഗ് ആൻഡ് എക്സ്പെരിമെന്റിംഗ് വിത്ത് ദാറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ലേർണിംഗ് ബൈ ഡൂയിങ്. അവരെ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആ ആക്ടിവിറ്റി, ആ കോൺസെപ്റ്റ് അവർ പഠിക്കും. അതാണ്.
അതിപ്പം മാത്തമാറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എന്താണെങ്കിലും എല്ലാം Yes. നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട്. സോ അതേപോലെ കുട്ടികൾക്ക് ഹെൽപ്പ് ആവാനുള്ള കുറേ ചൈൽഡ് ഫ്രണ്ട്ലി ബുക്സ് ഉണ്ടോ? Our children need lot of additional activities also. What we provide extra activities, we have abacus, chess, musical instruments, coloring, painting, and some martial arts are also there. ശരിക്കും നമ്മളിപ്പോ നടന്നു പോകുന്നത് ഒരു കാടിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലാണ് ശരിക്കും എനിക്കുള്ളത്. ഇതൊരിക്കലും ഒരു കിൻഡർ ഗാർഡന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂളിന്റെ കോമ്പൗണ്ട് ആണെന്ന് ഒരിക്കലും ആരും വിശ്വസിക്കില്ല, ആരും പറയില്ല. കാരണം നോർമലി നമ്മൾ ടൗണിലൊക്കെ നമ്മൾ ഒരു പ്രീ സ്കൂൾ കാണുമ്പോൾ ഒരു ബിൽഡിംഗ് അത്ര മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വിശാലമായ ഒരു ഫോറസ്റ്റിന് സമാനമായ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും മരങ്ങള്, ഇത്രയും ചെടികളും മരങ്ങളും ഇവിടെ ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നത്, സംരക്ഷിച്ചിരിക്കുന്നത്? മെയിൻ കാരണം കുട്ടികൾക്ക് ദേ ഷുഡ് ഗെറ്റ് കണക്റ്റഡ് വിത്ത് നേച്ചർ. അതാണ് മെയിൻ ഉദ്ദേശം. ഒരു കുട്ടിക്കും അത് മനസ്സിലാക്കട്ടെ, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് അവർ നേച്ചർ ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ഓക്സിജൻ, ഫ്രൂട്ട്സ്, എവറിത്തിങ് ഫ്രം ദീസ് ട്രീസ് വിച്ച് ആർ ദെയർ അറൗണ്ട്. ഇവിടെ കാണാനുള്ള എല്ലാ മരങ്ങളും ചിൽഡ്രൻ വിൽ ബി ടേക്കിംഗ് കെയർ. സോ ദേ വാട്ടർ ഇറ്റ്, they take care of it and they clean the surroundings of that. അപ്പം ഈ രണ്ട് ബ്രാഞ്ചുകളിലേക്ക് നമുക്ക് ഏതൊക്കെ ഏരിയകളിൽ നിന്ന് കുട്ടികളെ പിക്ക് ചെയ്യാനുള്ള വാഹന സൗകര്യമുണ്ട്? Our vehicles are running almost all over Thrissur. മറ്റൊരു കാര്യം, നമുക്ക് ഇവിടെ ഒരു ഈവനിങ് കെയർ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതൊരു വലിയ സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവർ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുട്ടികളെ പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഈവനിങ് കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മുടെ നോർമൽ സ്കൂൾ ടൈമിംഗ് അപ് ടു 2 o'clock വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 6 മണി വരെ ഈ എക്സ്ട്രാ കെയർ ഫെസിലിറ്റി ഉണ്ട്. വി ഹാവ് ട്യൂഷൻ ഫെസിലിറ്റി ആൾസോ for children up to 12 years. We are covering CBSE, ICSE പിന്നെ state syllabus. Thank you for being with us, and I would also welcome all the young parents of Thrissur. Please visit us once before you decide where to enroll your child. We have center at Ayandur, East Fort and Guruvayur. All the centers are beautifully made for making your child learning an experience, a joyful experience. Thank you once again and welcome all of you. Thank you.